നമസ്കാരമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു വീഡിയോയില് സൂചി നൂലിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. സൂചി എങ്ങനെയാണ് നൂല് കോർക്കണെ കുറിച്ചും അത് നമ്മുടെ മനോഭാവമായി തട്ടിച്ചു നോക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഷെയർ ചെയ്തു. അപ്പൊ അത് മാത്രം പോരല്ലോ, നമ്മളിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാലല്ലേ നമുക്ക് ജയിക്കാൻ കഴിയൂ. അപ്പൊ വേറൊരു കുറച്ച് സിമ്പിൾ ചിന്തകൾ കൂടി തരാം. നമ്മള് ജയിക്കാൻ വേണ്ടത് എന്താണ്? അതൊരു 3 ടോപ്പിക്കാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ് വണ്ണാണ് മടി, സെക്കൻഡ് വണ്ണാണ് നെഗറ്റീവ് ചിന്തകള്, തേർഡ് വണ്ണാണ് പ്രോത്സാഹനം. ആദ്യം മടിയെ കുറിച്ച് ചിന്തിക്കാം. നമ്മൾ മടിയന്മാരാണോ? മടി എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് എനിക്ക് മടിയൊന്നുമില്ല, ഞാൻ സൂപ്പർ അല്ലേ, ഞാൻ എല്ലാ കാര്യങ്ങളും അടിപൊളി ചിന്തിക്കണം. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ രാവിലെ പേപ്പർ വായിക്കാനിരിക്കുമ്പോൾ സമയത്ത് ഫാനിന്റെ സ്പീഡ് ഒന്ന് കൂട്ടണം, അല്ലെങ്കിൽ ഫാൻ ഓഫ് ആക്കണം, അല്ലെങ്കിൽ ലൈറ്റ് അപ്പുറത്ത് നിന്ന് ഇടണം, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം വേണം. ഈ സമയം നമ്മൾ നേരെ പോയി അത് ഓഫാക്കുക, അല്ലെങ്കിൽ ഓണാക്കുക, അല്ലെങ്കിൽ വെള്ളം എടുത്ത് കൊണ്ടുവരിക, ഇങ്ങനെ ചെയ്യുന്നവരാണോ? അതോ അതിൽ നിൽക്കുന്ന ആരെങ്കിലും വിളിച്ച് എടി ആ വെള്ളം കൊടുത്ത്, ആ ഫാനൊന്ന് ഓണാക്കിയേ, ഒന്ന് സ്പീഡ് കുറച്ചേ എന്ന് പറയുന്നവരാണോ? വളരെ സിമ്പിളായിട്ട് ചിന്തിക്കാം. ആദ്യത്തെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ മാറ്റം വരുത്തി നമുക്ക് പറ്റില്ല, വേറെ ആളെ കൊണ്ട് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന ഒരു ചിന്താഗതിയാണ് ഒരു മടി. ഇത് ഈ തുടക്കം എല്ലാ മേഖലയിലും ഉണ്ടാവും. നമ്മളൊരാളെ സംസാരിക്കാൻ, ഒരു പർച്ചേസിന്റെ കേസ് സംസാരിക്കാൻ, ഒരു സെയിലിന്റെ കാര്യം, ഒരു സെയിൽ ഡീലിനെ കുറിച്ച് സംസാരിക്കാൻ, എല്ലാത്തിനും ഈ മടി ഉണ്ടാവും. ഇതാണ് ആദ്യം മാറ്റേണ്ടത്. ജയിക്കാൻ വേണ്ട ഏറ്റവും വലിയ കാര്യമാണ് മടി എന്ന കാര്യം നമ്മുടെ ലൈഫിൽ നിന്ന് എടുത്ത് കളയാം. രണ്ടാമത്തെ ടോപ്പിക് നെഗറ്റീവ്. നമ്മളൊരു ദിവസം എന്തെല്ലാം കാര്യങ്ങളിൽ നെഗറ്റീവ് കണ്ടുപിടിക്കും? എഴുതാം, വരിയായിട്ട് എഴുതാം. ഒരു ദിവസം രാവിലെ തുടങ്ങി വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളിൽ എഴുതുമ്പോൾ നമ്മള് ആരെയൊക്കെ കുറ്റം പറഞ്ഞു? നെഗറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ കുറ്റം പറയൽ തന്നെയാണ്. പക്ഷെ ഞാൻ എന്തിനൊക്കെ നമ്മൾ കുറ്റം കണ്ടുപിടിക്കാൻ പറ്റണമെന്ന് നോക്കാം, വെറുതെ ചേസ് ചെയ്യാം. അത് എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളെ എവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കണം, നമ്മുടെ കാര്യങ്ങളിൽ മാക്സിമം കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ പോസിറ്റീവ് വശങ്ങൾ കണ്ടുപിടിക്കാം. എന്ത് കണ്ടാലും പോസിറ്റീവ് വശം കണ്ടുപിടിക്കാൻ ട്രൈ ചെയ്യുക, നെഗറ്റീവ് വശം കണ്ടുപിടിക്കാതിരിക്കുക. വളരെ ആവശ്യമായിട്ട് ഉണ്ടാകാം, നെഗറ്റീവുകൾ ഉണ്ടാവാം, പക്ഷെ കഴിവതും നമ്മൾ അവഗണിക്കുക. ജയിക്കാൻ വേണ്ട അടുത്തൊരു മാർഗമാണ് പോസിറ്റീവ് മാത്രം നമ്മുടെ ലൈഫിൽ കാണാൻ ട്രൈ ചെയ്യുക. ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാവും, ഒത്തിരി മാറ്റങ്ങൾ. നമ്മൾ സിമ്പിൾ പറയാം, എന്തിനും ഒന്ന് തട്ടി വീണ അതിന് കാരണമുണ്ടോ? അവിടെ കല്ല് കിടന്ന കാരണം, നമ്മൾ ശ്രദ്ധിക്കാത്ത കാരണമല്ലല്ലോ, കല്ല് കിടന്ന കാരണമുള്ള ഒരു തട്ടി വീണത്. അതുപോലെ ഓരോ കാര്യങ്ങളും. ഇനി നമ്മൾ അങ്ങനെ പലതും കാണാം. ഒരു സെയില്, ഞാൻ വാങ്ങിച്ച സാധനം ചീത്തയായിരുന്നു, അത് കടക്കാരൻ തന്നതിന്റെ കുഴപ്പ, ഞാൻ നോക്കാത്തതിന്റെ കുഴപ്പമല്ല. ഞാൻ നോക്കിയെങ്കിൽ കുഴപ്പമുണ്ടാവോ? തന്ന സാധനം ചീത്തയായത് അവൻ ചീത്ത തന്ന, ഞാൻ നോക്കിയെങ്കിൽ നല്ലത് എനിക്ക് കിട്ടിയതില്ലേ? അതല്ല ഞാൻ പറഞ്ഞു, എന്റെ വശം ഞാൻ നോക്കിയില്ല, അവന്റെ വശം ഞാൻ നോക്കി. അപ്പൊ ഇതുപോലെയാണ് ഓരോ കാര്യങ്ങളും, അതിൽ മാറ്റം വരുത്താം. അപ്പോ നമ്മൾ വളരെയധികം നല്ല രീതിയിൽ, അപ്പൊ നമ്മള് മറ്റുള്ള ആരിലും പോസിറ്റീവ് വശങ്ങൾ കാണാം. നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൂപ്പറാട്ടാ, നീ അടിപൊളിയാണ് എന്ന് പറയാനും അത് മനസ്സിലാക്കാനും ട്രൈ ചെയ്യും. അടുത്ത ടോപ്പിക്കാണ് പ്രോത്സാഹനം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവര്, കൂടെ നടക്കുന്നവര്, വീട്ടിലുള്ളവര്, ഇവരെയൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവരൊക്കെ എല്ലാം നല്ലൊരു കാര്യങ്ങളുണ്ട്, വേഗം സൂപ്പറാട്ടാ, നീ അടിപൊളിയാണ് എന്ന് പറയാനുള്ള മനോഭാവം. അല്ലാതെ ഈ പ്രോത്സാഹനത്തിൽ വരുന്നതാണ് അസൂയ അടക്കം എല്ലാ കാര്യവും വല്ലി, അവൻ അങ്ങനെ ചെയ്യൂലോ. മനസ്സുകൊണ്ട് നമ്മൾ പ്രോത്സാഹനത്തിന് തടസ്സം വരുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ സംഭവിക്കണമെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് കൈയടിക്കാൻ, പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറാവാം. ഓട്ടോമാറ്റിക്കലി നമ്മൾ ജയിക്കാൻ തുടങ്ങും. ഈ 3 ചിന്ത, ഇതിൽ വൈഡായിട്ട് കുറെ കാര്യങ്ങളുണ്ട്, ഇതൊന്നും ചിന്തിക്കേണ്ട. വളരെ സിമ്പിൾ ആയിട്ട് 3 ടോപ്പിക്കിലൂടെ കടന്നുപോയാൽ ഏതൊരു മനുഷ്യനും അവനവന്റെ കരിയറിലോ അവനവന്റെ ബിസിനസ്സിലോ അവനവന്റെ കാര്യങ്ങളിലോ സൂപ്പറായിട്ട് വിജയിക്കാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെ ഉൾപ്പെടുന്ന മേഖലയിൽ അടിപൊളിയായിട്ട് വിജയിക്കാൻ കഴിയട്ടെ എന്നുള്ള ആശംസ ഞാൻ നേരാണ്. എല്ലാവിധ വിജയ പ്രതീക്ഷകളും വിജയ ആശംസകളും നിങ്ങൾക്ക് നേരാണ്. സൂപ്പർ, വെരി താങ്ക് യു.